ഈ യുദ്ധം ഒന്നുകൂടെ വഴി മാറുകയാണോ എന്ന സംശയം അതിരൂക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ഈ സൗദിയും അതിനകത്തൊരു നിർണായക റോള് വഹിക്കുകയല്ലേ? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഈ യുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ വിചാരിക്കുന്ന അമേരിക്ക നേരിട്ട് നടത്തുന്ന യുദ്ധം എന്നല്ലേ ഇത്. അമേരിക്ക നേരിട്ട് നടത്തുന്ന യുദ്ധങ്ങളൊന്നുമില്ല. ആദ്യം അവർ ഏറെ അറ്റാക്ക് നടക്കും, പിന്നെ അവരുടെ കരസേന ഇടപെടും, അല്ലെങ്കിൽ റിബൽസിനെ അവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് അമേരിക്കയുടെ ഒരു രീതി. ഇതൊന്നും സംഭവിക്കുന്നില്ല. അവർ ഒന്ന് ഇടയ്ക്കൊന്ന് വന്ന് ബോംബെ നടത്തി പോകുമെന്നല്ലാതെ അമേരിക്കയുടെ കരസേന ഇതുവരെ ഇടപെട്ടില്ല. റിബൽസിന് യാതൊരു സഹായം കിട്ടുന്നുമില്ല. അവിടെ ആണെങ്കിൽ ഈ കുർദിസ്ഥാൻ സൈഡിലൊക്കെ ഇഷ്ടംപോലെ റിബൽസ് ഉണ്ട്, അവരെ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കും. അതൊന്നും അമേരിക്ക ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, നിഗൂഢമായ യുദ്ധമാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്ലേയേഴ്സ് ആരാണ് ഇപ്പോഴും ആർക്കും അറിയില്ല. ഒരു ഭാഗത്ത് ഇസ്രായേൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, ഒരു ഭാഗത്ത് ഇറാൻ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഇവർ തമ്മിലാണ് ശത്രുത. പക്ഷേ ഇസ്രായേലിൻ്റെ ഇറാനെ പോലും കൺട്രോൾ അല്ലാതെ ഇത് പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. കാരണം വെടിനിരത്തൽ വരുന്നു, ഇസ്രായേൽ പലപ്പോഴും അംഗീകരിക്കുന്നില്ല. പക്ഷേ അമേരിക്ക വെടിനിർത്തലിന് അനുകൂലമാണ്. അമേരിക്ക എന്ന് പറയുമ്പോൾ ഇസ്രായേലിനൊരു ഒഫീഷ്യൽ നിലപാടായിട്ട് വേണം കരുതാൻ. അത് ഭ്രാന്തം വേണ്ടതല്ല, ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു വേർഷൻ അങ്ങനെ വേണം കരുതാൻ. നെതന്യാഹു എന്ത് പറഞ്ഞാൽ. പക്ഷേ അക്രമങ്ങൾ ഉണ്ടാകുന്നു. ഇറാനാണെങ്കിൽ അവർ അക്രമം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ഹോർമൂസ് കടലിടുക്കിലെ ഷിപ്പുകൾ അവർ ആക്രമിക്കും. ഭയങ്കര ഷിപ്പുകളെ ആക്രമിക്കും. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ ആരോ പണിയെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നിഗൂഢ ശക്തികൾ ജെയിംസ് ബോണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ലോകത്തെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം ഉപയോഗിക്കണം എനിക്ക് നല്ല സംശയമുണ്ട്. ഈ നിഗൂഢ ശക്തി ഇപ്പോൾ ജെയിംസ് ബോണ്ടിൻ്റെ ദ വേൾഡ് ഈസ് നോട്ട് ഇനഫ് അതാണെന്ന് തോന്നുന്നു, റോബർട്ട് മാർഡോക്കായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയുണ്ട്. അതിൽ ഈ പറയുന്ന ഒരു മാധ്യമ അമേരിക്കയെയും ചൈനയെയും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാധ്യമ സമ്മതി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് അയാൾ നടത്തുന്ന ഗൂഢാലോചനയാണ്. യുദ്ധം അയാൾ ഉണ്ടായിപ്പിക്കുകയാണ്. പക്ഷേ പുറത്തെ ആളുകൾ വിചാരിക്കും യുദ്ധം നാറ്റോ ശക്തിയായ ബ്രിട്ടൻ ചൈനയും തമ്മിലാണ്. ചൈനയിൽ എൻ്റെ ലീഡർഷിപ്പിനെ ലിക്വിഡേറ്റ് ചെയ്ത് ഇയാളുടെ ഒരാളവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് പ്രമേയം. അത് ജെയിംസ് ബോണ്ട് ഇതിന് രക്ഷപ്പെടുന്നു. അതേപോലെ എന്തോ ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ തന്നെ പറയുന്നു ഞങ്ങൾ ആക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. പിന്നെ ആരാണ്? അത് കൃത്യമായി വെരിഫൈ ഉണ്ട്. ഈ യുഎനൊക്കെ വെറുതെ അവിടെ കൊണ്ടുവച്ച് നിർത്തിയിരിക്കണം. അത് ആളുകളെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. കാരണം വെച്ചാൽ അപ്പുറത്ത് ഒരു നമ്മൾ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അവന്മാരൊന്ന് വന്ന് രണ്ടാമത്തെ ആണവായുധം ഉപയോഗിക്കുന്നു. അവർക്ക് ആരോടും കണ്ണു ചോരല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ. അവരെ മാത്രമാണ് സെലക്റ്റഡ് പീപ്പിളായിട്ട് കാണുന്നത്. ബാക്കിയൊരു മനുഷ്യന്മാരായിട്ട് പോലും അവരും കരുതുന്നത്. അവരുടെ പുസ്തകം തോറ ഇത് വളരെ കൃത്യമായി പോകും. മറ്റ് ജനവിഭാഗങ്ങളൊക്കെ ജൂതന്മാരല്ലാത്ത ഒന്നീ വെള്ളം വെട്ടുകാരനും വിറക് കോരികളെ വേലക്കാരനെ കഴിഞ്ഞോളണം. അവർക്ക് അവരുടെ ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജൂതൻ ഇത്ര മാത്രം വിമർശിക്കപ്പെടുന്നത്. ഇപ്പം സയനിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ ഇപ്പം ഇസ്രായേലിൻ്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. അത് അവർ പറയുന്നത് വെച്ചാൽ അതില്ലാതെ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ഇവർ ശത്രുക്കൾ ആരും ഇത്രയും കൃത്യമായ മാനിഫെസ്റ്റോ ഉണ്ടാക്കി. മുസ്ലിംസിന് അന്ന് വിവരമല്ലെന്നല്ല ഇവർ പിന്നെ ആരാധന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നീ അങ്ങനെ ഉണ്ടാക്കി തന്നെ ഇവരെ സ്വഭാവം അതാണ്. ഒരു ജൂതൻ അവിടെ പോയാൽ ബാക്കിയുള്ളവരെല്ലാം കൂടി അടിയായിരിക്കും. ഇതാണ് അവന്മാരുടെ സ്വഭാവം. കയ്യിൽ 5 പൈസയില്ലാതെ അവന്മാർ കച്ചവടം ചെയ്യും. അതൊക്കെ ഇവരുടെ മിടുക്കാന്ന് പറഞ്ഞ് നിങ്ങൾ കൈയടിക്കുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇവൻ്റെ മിടുക്ക് നിങ്ങളുടെ കുടുംബത്തെ ആയിരിക്കും നശിപ്പിക്കുക. കാരണം അവൻ്റെ ലാഭം നേടിയാൽ മതി. ഇതാണ് ജൂതന്മാരുടെ പരിപാടി. അപ്പം അതിൻ്റെ ഈ ജൂതന്മാരുടെ ഇടയിലുള്ള തീവ്ര വിഭാഗം, ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിലുള്ള തീവ്ര വിഭാഗം, ഇവർ തമ്മിൽ ഹാൻഡ് ഇൻ ഗ്ലൗവാണ്. കാരണം ഞാനന്നേ പറയുന്നതാണ്, ഈ ഗാസ യുദ്ധത്തിന് കാരണമായ ആക്രമണം അതുണ്ടാക്കിയത് ഹമാസാണ്. പക്ഷേ ഹമാസിനെ ആരാണ് ക്ഷണിച്ചത്? ഹമാസിനെ ആരാണ് വളർത്തിയത്? ഇവരെ ഹാൻഡ് ഇൻ ഗ്ലൗവാണ്. അപ്പോൾ ഇവരൊരു വളരെ ഫ്യൂ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, അവരുടെ കാര്യങ്ങൾ നടക്കും. അതേ മറ്റുള്ളവർ എന്ത് നരകിച്ചാലും അവർക്ക് പ്രശ്നമില്ല. ലോകത്ത് എന്ത് ഇന്ധന പ്രതിസന്ധി ലോകത്ത് എന്ത് അരാജകത്വം ഉണ്ടായാലും അത് ജൂതനെ ബാധിക്കാൻ പോകുന്നില്ല. ഒരു അരാജകത്വം ജൂതനെ ബാധിക്കില്ല. അവർ വളരെ കുറച്ച് ആളുകളാണ്. അവരാളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് അറിയാം. സിസ്റ്റം അവരുണ്ടാക്കിയത്. ഇനി വേണമെങ്കിൽ അവരുടെ കുറച്ച് ആളുകളെ കൊലക്ക് കൊടുത്തിട്ടും അവർക്ക് അവരുടെ വിചാരിക്കുന്ന ഒരു കാര്യം സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ ഹമാസിൻ്റെ ആക്രമണം ഇവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. 1000-ഓളം പാവം ജൂതന്മാർ അവിടെ കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെട്ടതിൻ്റെ പുറത്താണ് ഏതാണ്ട് 1 ലക്ഷത്തോളം ഗാസക്കാരെ കൊന്നെടുക്കാൻ പറ്റിയത്. കൊന്നെടുക്കാതെ ഗാസ പിടിച്ചടക്കി. അത് ഇറാനിലേക്ക് പോയി യുദ്ധം കൊണ്ടുപോയി. അങ്ങനെ അവരുടെ ഒരു വേൾഡ് ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടി അവരെ ആരെയും കുറയ്ക്ക് കൊടുക്കും. അത് ഇസ്ലാമിസ്റ്റുകളും ചെയ്യും. ഇസ്ലാമിസ്റ്റുകൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. മറ്റവന്മാർക്ക് കൂടെ ആളെ കൂട്ടുന്ന പരിപാടിയില്ല. അതിന് ആളെ വേണമെന്ന് പറയുമ്പോൾ അവരുടെ ബി ടീമായിട്ടുള്ള കാൽവനിസ്റ്റുകൾ ഉപയോഗിക്കും. അതായത് മാർട്ടിൻ ലൂതർ അല്ല, അതിന് ശേഷം കാൽവനിസ്റ്റുകളൊക്കെയാണ് ജൂതന്മാരെ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. ഇവ മുസ്ലിങ്ങളതല്ല, അവരാളെ കൂട്ടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇവർക്ക് ആളെയും കൂട്ടണം,
അപ്പോൾ ആളെ കൂടെ രണ്ട് രീതി, ഒന്ന് ഈ തീവ്ര വിഭാഗത്തിലേക്ക് ആളെ കൂട്ടണം, രണ്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടണം. ഇത് ഹൈലി ഡേഞ്ചറസ് ആണ്. ജൂതന്മാർക്ക് ചുരുങ്ങിയത് സ്വന്തം വിഭാഗത്തിലേക്ക് ആളെ കൂട്ടുന്ന പരിപാടിയില്ല. സിയോണിസത്തിലേക്ക് അവർ ജൂതന്മാരെ കൂട്ടുന്നതല്ലാതെ ജൂതന്മാരുടെ എണ്ണം കൂട്ടാൻ അവർക്ക് ഉദ്ദേശമല്ല. അതിനുള്ള ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുക, ഇതിന് ഭൂമി നശിക്കുമ്പോഴേക്ക് അടുത്ത പ്ലാനറ്റിൽ പോയി താമസിക്കുക, ഇതൊക്കെയാണ് അവരുടെ ശാസ്ത്രീയമായ പദ്ധതി. അവരൊരു രക്ഷകൻ വരുമെന്നൊക്കെ വിചാരിക്കുന്നുമുണ്ട്. പിന്നെ കോപ്പി അടിക്കുന്ന ഇവന്മാർ രണ്ടുപേരും കണക്കാണ്. ബാബിലോണിയ ഗിൽഗമേഷിൻ്റെ ഇതിഹാസം പോലുള്ള പുസ്തകങ്ങൾ കോപ്പി അടിച്ചാണ് ഇവർ ഓൾഡ് ടെസ്റ്റ്മെന്റ് മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു പുസ്തകം ഉണ്ടല്ലോ, ഇവർ മൊത്തം കോപ്പി അടിയാണ്. ഇത് ബാബിലോണിയെ കോപ്പി അടിച്ചത്. ബാബിലോണിയ ഹിന്ദു മതം പോലുള്ള മതങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൈ ഗോഡ് എന്ന് വന്നിട്ടുള്ള വിഷ്ണുവിനെയൊക്കെ പോലുള്ള ദൈവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ശിവനെയൊക്കെ പോലുള്ള. അവരെ മൊത്തം കോപ്പി അടിച്ചിട്ടാണ് ഇവർ ഈ ഉൽപ്പത്തി പുസ്തകമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് കണ്ടുപിടിച്ചത് മൊത്തം കോപ്പി അടിക്കുക. അവരെ പിന്നെ ക്രിസ്ത്യാനികൾ കോപ്പി അടിച്ചു, ഇവർ രണ്ടുപേരും പിന്നെ മുസ്ലിംസ് കോപ്പി അടിച്ചു. അങ്ങനെ കോപ്പി അടിയിട്ട് ജില്ലാ സമ്മേളനമാണ് ഇവന്മാർ. അപ്പോൾ ഇവന്മാരുടെ യുദ്ധത്തിലാണ് ഇവന്മാരുടെ കൂട്ടത്തിലുള്ള നിഗൂഢ ശക്തികളാണ്. അവരെന്തൊരു അജണ്ട വെച്ചുകൊണ്ടുള്ള കളിയാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഈ ബാങ്ക് കൊള്ളക്കൊക്കെ പോകുന്ന ആളുകളിൽ അതിൽ ഒരുത്തൻ വെച്ച് ബാക്കി എല്ലാവരും ഇവന്മാർ പരസ്പരം തന്നെ കൊന്നു കളയും ഒരുത്തൻ വെച്ച്. ആ ഒരുത്തനാണ് വിജയിക്കുന്നത്. സിനിമയിലെ കണ്ടില്ലേ, ജോക്കർ സിനിമയിലെ കണ്ടിട്ടില്ലേ? അതേപോലുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ചൊരു മിഷന് പോകുന്നു, ആ മിഷൻ്റെ ഇടയ്ക്ക് പരസ്പരം കൊന്നു കളയും. എന്നിട്ട് ഒരുത്തൻ മാത്രം. അത് ജൂതനാവാം, ഇസ്ലാമിസ്റ്റുകളാവാം. ഇവരെ രണ്ടുപേരുടെ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. ജൂതൻ്റെ ഗ്രന്ഥത്തിൽ ജൂതൻ അവസാനം രക്ഷകൻ വരും, ജൂതനെ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ അവസാനം നമ്മുടെ ലോകം വരും, ഇസ്ലാമിക ലോകം വരും നമ്മളതിലും പറയുന്നുണ്ട്, ജൂതനെ തോൽപ്പിക്കും. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളാണ്. പിന്നെ ഇതിന് രണ്ടിൻ്റെയും ടൈം ലൈൻ എടുത്ത് നോക്കിയത് രണ്ടിലും പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ അവർ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ജൂതന്മാർ അലഞ്ഞേരി നടന്നു അവസാനം രാജ്യം ഉണ്ടാകുന്നതിന് ശേഷം വിശാല ഇസ്രായേൽ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഏതോ ലിറ്ററേച്ചർ വായിച്ച് ഭ്രാന്തെടുത്ത് നടക്കുന്ന ടീമാണ് രണ്ടും അപ്പുറത്തും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തീരും എന്ന് കരുതേണ്ടതില്ല. ഇതിൻ്റെ എങ്ങോട്ട് പോകുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. പക്ഷേ ലോകത്ത് ഒരുപാട് യുദ്ധം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരുപാട്. ഇത് ഉക്രൈൻ യുദ്ധം പോലെ അല്ല ഈ പ്രശ്നം. ഉക്രൈൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയൊരു യുദ്ധമാണ്, വംശീയം ലിമിറ്റഡ് ഭാഗമാണ് റഷ്യ പോലും ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ വലിയ ഡാമേജ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡാമേജ് ഉണ്ടെങ്കിൽ പോലും അത് റഷ്യ വിചാരിച്ചപ്പോഴേക്ക് ഉക്രൈനെ തീർക്കാമായിരുന്നു. ഇപ്പം അമേരിക്ക വിചാരിച്ച് ഇറാനെ 24 മണിക്കൂർ കൊണ്ട് തീർക്കാം. പക്ഷെ അമേരിക്ക തീർക്കാത്തതല്ലേ. അമേരിക്കയ്ക്ക് അവിടെ ലിമിറ്റഡ് ഇൻട്രസ്റ്റേ ഉള്ളൂ. ഇപ്പം ഭരണമാറ്റം പോലും അമേരിക്ക ഉദ്ദേശം എനിക്ക് തോന്നിയിട്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഓയിലിൻ്റെ മേലെ അമേരിക്കയ്ക്ക് ഒരു കൺട്രോൾ വേണം. അതാണ് അമേരിക്കയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. കാരണം അമേരിക്ക ഇക്കോണമി ശക്തമായെന്നതിനെ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം കൂടും. അത്രേ അമേരിക്ക ഉദ്ദേശിച്ചുള്ളൂ. അതല്ല അമേരിക്ക നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവിടെ ഭരണകൂടം പറഞ്ഞത് അമേരിക്ക ഒരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഇസ്രായേലിന് ആ താല്പര്യമാണ്. അതിൻ്റെ നെതന്യാഹുവിന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു പ്രാന്തൻ അവന് നിലനിൽക്കാൻ വേണ്ടി അടുത്ത യുദ്ധം. അവൻ്റെ മാത്രമല്ല, നെതന്യാഹുവിൻ്റെ ആളുകൾ ഇറാൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് നൊഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാനിയൻസിനെയും കൃത്യമായിട്ട് അവരുടെ പരമോന്നത നേതാവിനൊക്കെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് കൊല്ലാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ ഹാൻഡ് ഇൻ ഗ്ലൗ ആണ് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഇവരുടെ രണ്ട് കൂട്ടരുടെ ശത്രു എന്ന് വെച്ചാൽ ഒന്ന് സൗദി അറേബ്യയാണ്, തീവ്ര സുന്നി വിഭാഗം സൗദി അറേബ്യയാണ്. അപ്പോൾ സൗദി അറേബ്യ ഇസ്രായേലിനോട് സഖ്യം കൂടിയെന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ സഖ്യം കൂടിയാൽ പിന്നെ സൗദി അറേബ്യ ഉണ്ടാവില്ല. അപ്പോൾ ഇനിയും ഇത് വ്യാപിക്കുമെന്നാണോ? ഇതൊരു രണ്ട് മതഗ്രന്ഥം വ്യാപിച്ച് ഭ്രാന്തയിലേക്ക് നടക്കുന്ന രണ്ട് കൂട്ടർ നടത്തുന്ന യുദ്ധമാണ്. ഇതതുകൊണ്ട് ഈ ഉമിത്തി പോലെ അങ്ങനെ നീറിപ്പടരും. ഇസ്രായേൽ അണവായുധം ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ എന്താണ് അണവായുധം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഉപയോഗിക്കണമെന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോകത്തിപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരെന്നുള്ള ഒരു സഹതാപത്തിൽ നിന്നാണ് അവർ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ആ സഹതാപം ഇല്ലാതാവും. അതുകൊണ്ടാണ് അവന്മാർ പിന്നെ ഉപയോഗിക്കുന്നത്. രണ്ട് ഇസ്രായേലി യുദ്ധത്തിലൊക്കെ തോൽക്കാത്തതാണ് ലോകത്തെ നല്ലത്. തോറ്റു കഴിഞ്ഞാൽ അവന്മാർ ആയുധം ഉപയോഗിക്കും. ആയുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ന്യൂക്ലിയർ പ്രൊലിഫറേഷനാണ്. ഇത് അവസാനം മുസ്ലിംസിനെതിരെ ഉള്ളൊരു യുദ്ധമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും പാകിസ്ഥാൻ അണവായുധം ചോരും. പിന്നെ അവന്മാർ ഇത് എവിടാ പൊട്ടിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മുസ്ലിംസിന് ഇവന്മാരെക്കാട്ടും വലിയ വിശ്വാസവും കാര്യങ്ങളും ഉള്ള ആളുകളാണ്. മണ്ടന്മാരെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന ആധുനിക കാലഘട്ടത്തെ അടിസ്ഥാനമായ പല കണ്ടുപിടുത്തങ്ങളും അറബികളാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ആൽക്കമിസ്റ്റുകൾ നടത്തിയ പരീക്ഷണങ്ങളാണ് കെമിസ്ട്രിയുടെ വിജയത്തിൽ. അൾജിബ്ര എന്നുള്ള വാക്ക് തന്നെ അറബി എന്നാണ്. അറബികൾക്ക് ഇത് കിട്ടിയത് അവർ കച്ചവടക്കാരാണല്ലോ. ഇന്ത്യയും ചൈനയിൽ നിന്നൊക്കെ അവർ ഈ നോളജ് പഠിച്ചിട്ട് അവിടെ ഡെവലപ്പ് ചെയ്തതാണ്. മനസ്സിലായി? അതുപോലെ നിങ്ങൾ സ്റ്റീവ് ജോബ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീവ് ജോബ്സിൻ്റെ അച്ഛനൊരു സിറിയനായിരുന്നു. അപ്പം മാത്രമല്ല അങ്ങനെ പല ആളുകളും മധ്യകാലഘട്ടത്തിലെ പല ചിന്തകരും വലിയ ശാസ്ത്രജ്ഞരും മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങൾ മണ്ടന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ
ഇതിനെപ്പറ്റി ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇറാൻ തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഈ യുദ്ധം പോയത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മണ്ടന്മാരെ പാകിസ്ഥാനികൾ വരെ എന്തുണ്ടാക്കി? ആറ്റം ബോംബ് ഉണ്ടാക്കി. ഈ കൂട്ടത്തിൽ മണ്ടന്മാർ പാകിസ്ഥാനികളാണ്. കാരണം അവരൊരു ബാറിംഗ് ക്ലാസ് എന്നല്ലാതെ വേറല്ല. അവന്മാർ വരെ ആറ്റം ബോംബ് ഉണ്ടാക്കിയിട്ടാണ്. അതിന് മണ്ടന്മാർ ഇവിടെ നിന്നുകൊണ്ട് ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ കണ്ട ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി വിസിലടിക്കുന്ന പോലെ ഈ യുദ്ധത്തിന് വേണ്ടി വിസിലടിക്കുമ്പോൾ അവന്മാർക്ക് അറിഞ്ഞൂടാത്ത കാര്യം എന്ന് വെച്ചാൽ അവന്മാരുടെ പിന്നിലാണ് പോഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം എങ്ങനെ പോയാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ന്യൂക്ലിയർ പൊലിഫറേഷനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.